ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും AZB അക്കാഡമിയിലെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എടാ, നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, പല പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും കാണും. എല്ലാവരും അറിയാം, കേരള PSCയിൽ പല യോഗ്യതകൾക്കനുസരിച്ച് പല പരീക്ഷകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിലായി നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് LGS. നിങ്ങൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് നമുക്കറിയാം. അതായത് ഏറ്റവും കൂടുതൽ പരീക്ഷ നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ അല്ലെങ്കിൽ ജോലി ലഭ്യമാകുന്ന, ജോലി കിട്ടുന്ന ഒരു ബാച്ചാണ് അല്ലെങ്കിൽ ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പരീക്ഷയ്ക്ക് കട്ട് ഓഫ് എത്രയാണ്? സാർ, എന്തിനാണ് കട്ട് ഓഫ് അറിഞ്ഞ് പഠിക്കുന്നതെന്ന് ചോദിക്കാം. നിങ്ങൾ കട്ട് ഓഫ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ പരീക്ഷ ഹാളിൽ നിങ്ങൾ എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും പരീക്ഷകളുടെ മുൻകാലങ്ങളിലെ കട്ട് ഓഫ്. അതായത് നമ്മൾ ഒരെണ്ണം കറുപ്പിക്കുമ്പോൾ, ഒരു ശരി ഉത്തരം കറുപ്പിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം വിജിലൻ്റ് ആയിരിക്കണം. കാരണം ആ ബബിൾ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മറുപോയി. ഇപ്പം നിങ്ങൾക്ക് ഒന്നറിയില്ല, രണ്ടറിയില്ല, മൂന്നാമത്തെ ആയിരിക്കും അറിയുന്നത്. മൂന്നാമത്തെ നിങ്ങൾ കറുപ്പിക്കാൻ ചെല്ലുന്നത് അറിയാവുന്ന നാലാമത്തേലായിരിക്കും. സ്വാഭാവികമായിട്ടും ഓരോ ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്ന ഒയമാറി പറ്റുന്ന തെറ്റുകളാണിത്. എനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളാണിത്. അപ്പോൾ ഈ കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നിയമനം ലഭിക്കുന്ന പരീക്ഷയാണ്. ഒരുപാട് ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പരീക്ഷയാണ്, അല്ലെങ്കിൽ തസ്തികയാണ്, ഒരു റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അവിടെ ഒരു പിഴവ് പോലും, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ചെറിയൊരു പിഴവ് പോലും നിങ്ങളുടെ റാങ്കിനെ ഇടം മറിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ മുൻകാലത്തെ കട്ട് ഓഫ് മനസ്സിലാക്കി അതിൽ നിന്നും ഒരു പിടി മുകളിലായിട്ടൊരു മാർക്ക് നിങ്ങൾ നേടാൻ ശ്രമിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരാളായിരിക്കും ഈ കാണപ്പെടുന്ന ഈ വീഡിയോ കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥി. ഞാൻ നിങ്ങളൊരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നമ്പറൊന്നുമല്ല പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മുൻകാലങ്ങളിലെ ചോദ്യപേപ്പർ പാറ്റേൺ നോക്കിയാലും ശരി, നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു മാർജിൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കമ്പനി ബോർഡ് LGSൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അതിൻ്റെ സിലബസ് നിങ്ങൾക്കറിയാം, വളരെ എളുപ്പമുള്ളൊരു സിലബസാണ്. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK 40 മാർക്കാണ്, പൊതുജനാരോഗ്യം 10 മാർക്കാണ്, ബയോളജി 10 മാർക്കാണ്, ഫിസിക്സും കെമിസ്ട്രിയും 10 മാർക്കാണ്, മാത്സ് 20 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ. അതിൽ ഈ പറയുന്ന നമ്മുടെ GKയുടെ ഒരു സെഷൻ നോക്കിക്കഴിഞ്ഞാലും ശരി, SSCRT പാഠപുസ്തകങ്ങളുടെ കണ്ണോടിച്ചു പോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും, മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും സുഖമായി മേടിക്കാൻ പറ്റുന്ന മാർഗ പാറ്റേൺ മാത്രമേ അവിടെയുള്ളൂ. പൊതുജനാരോഗ്യത്തിൽ ഏകദേശം 4 ടോപ്പിക്കിൽ നിന്ന് തന്നെ 10 മാർക്കിനുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അവിടെ ചോദ്യത്തിന് ചിലപ്പം എളുപ്പമായിട്ട് വരാം. ചോദ്യം എളുപ്പമായിട്ട് വരുമ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യപ്പെടും മക്കളെ? കട്ട് ഓഫ് ഉയർന്നു തന്നെ നിൽക്കും. അപ്പോൾ ചോദ്യം എത്ര എളുപ്പമാകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന നെഗറ്റീവുകളുടെ സാധ്യതയും കൂടുതലായിരിക്കും. ചിലർക്ക് ഓവർ കോൺഫിഡൻസ് കയറും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ. ഇപ്പോൾ കാണുന്ന എല്ലാം കറുപ്പിച്ചു വെക്കും. നടന്നല്ല, അവർക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാം കറുപ്പിച്ചു വെക്കും. ചിലപ്പോൾ ശരിയായ പ്രസ്താവനയ്ക്ക് നോക്കി നമ്മൾ തെറ്റായ പ്രസ്താവനയായിരിക്കും ശരിയെന്ന് പറഞ്ഞ് കണ്ടെത്തുന്നത്. അപ്പം കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. കഴിഞ്ഞ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 മാർക്കായിരുന്നു. അതായത് 75% 76% സ്കോർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ അവിടെ റാങ്കിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. മെയിൻ ലിസ്റ്റിൽ ഏകദേശം 4038 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4055 ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ട ഒരു ലിസ്റ്റായിരുന്നു ഉള്ളത്. നിങ്ങൾ നോക്കി, ഇതൊരു വിചിത്രമായിട്ടൊരു കണക്കൊന്നും അല്ല.
നിങ്ങളെ സംബന്ധിച്ചോളം നേടാൻ പറ്റുന്നൊരു കാര്യമാണ്. എടാ, ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് 80% കറുപ്പിക്കുന്ന, 80% കറുപ്പിക്കുകയല്ല, 80% ശരിയുത്തരം മാത്രം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കൂ. അതെങ്ങനെയാണ്? കാരണം എനിക്ക് 80% നേടാൻ സാധിക്കണം, അല്ലെങ്കിൽ 80 മാർക്ക് പ്ലസ് വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി മാത്രമേ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്കായിരിക്കും ജോലി സാധ്യത ഏറ്റവും കൂടുതൽ. നിങ്ങളൊന്ന് പേടിച്ചോ? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ 80 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മാർക്ക് നേടിത്തരാൻ വേണ്ടി നിങ്ങൾക്കൊപ്പം AIZB അക്കാഡമി ഉണ്ട്. AIZB അക്കാഡമി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബിവറേജ് കോർപ്പറേഷൻ LD, കമ്പനി ബോർഡ് LGS എന്നീ 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു 3-in-1 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള പഠനം. പണ്ടൊരു സിനിമയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എതു പണ്ണാലും പ്ലാൻ പണി ചെയ്യണം. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം, സ്ട്രാറ്റജി വേണം. ഇവിടെ ഞങ്ങളുടെ അക്കാഡമിക് മെൻറ്റേഴ്സും അധ്യാപകരും കൂടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരും കൂടെ ചേർന്ന് തയ്യാറാക്കുന്ന ഡെയിലി സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെബ്കോ LDC, കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തത്, കറണ്ട് അഫെയറിന് വേണ്ടി സ്പെഷ്യൽ സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ഞാൻ പറയും 20 മാർക്കോളം വരുന്നത് കറണ്ട് അഫെയർ ആണ് വരുന്നത്. ഈ കറണ്ട് അഫെയർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷനുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷൻ, അതുപോലെ തന്നെ എന്താണുള്ളത്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പല ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നു, അത് എത്രമാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യനുമായിട്ടുള്ള അല്ലെങ്കിൽ PSCയുടെ പാറ്റേണുമായിട്ട് നിങ്ങൾ കൂടുതൽ പരിചിതമായിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നോ അത്രയും മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്കുകളിലേക്ക് മുന്നിലേക്ക് വരാനുള്ള സാഹചര്യവും വളർന്നു വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോടുകൂടി സ്പെഷ്യൽ മെൻറ്റർഷിപ്പോടുകൂടി, അതായത് നമ്മുടെ ബാച്ചിന് വലിയൊരു പ്രത്യേകത മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു പഠനത്തിന് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ചിലരങ്ങ് പോകും. ഈ പർച്ചേസ് ചെയ്ത കുട്ടികൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു, ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കണം, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോകണം. അതിനൊക്കെ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സ്റ്റുഡൻറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരുണ്ടാവും? മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബാച്ചാണ് 3-in-1 ബാച്ചിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനി ബോർഡ് LGS മാത്രമല്ല, ബിവറേജ് കോർപ്പറേഷൻ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അടക്കമുള്ള പരീക്ഷകളെ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് AIZB അക്കാഡമിയുടെ ബാച്ചാണ് 3-in-1 ബാച്ച്. ഈ 3-in-1 ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നേരെ അങ്ങ് എന്ത് ചെയ്യുക, ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക. 9995467246 എന്ന് പറയുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സുമായിട്ട് നിങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥത്തിലേക്ക് എത്തിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലിലേക്ക് എത്തുന്ന കോഴ്സുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മടിയും വേണ്ട, നേരെ നമ്മളെ അങ്ങ് വിളിച്ചോളുക. നമ്മുടെ ടീം നിങ്ങളെ ബന്ധപ്പെടും. നമുക്ക് ഒന്നിച്ച് നിങ്ങളെ എല്ലാവരെയും ബാച്ചിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പം സ്പെഷ്യൽ സ്ട്രാറ്റജീസും എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബാച്ചിൽ ഡിസ്കസ് ചെയ്ത് മാറും. അതുകൊണ്ട് തന്നെ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ സജസ്റ്റ് ചെയ്യുക. ഇനി വേറൊന്നും വേണ്ട, 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നിങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കാൻ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിനെ കൈ പിടിച്ചുയർത്തുവാൻ AIZB അക്കാഡമി നിങ്ങൾക്കൊപ്പമുണ്ട്. ഒപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് ബൈ, ഓൾ ദി ബെസ്റ്റ്.